ദേശീയപാത ആമ്പല്ലൂരിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂർ മുതൽ നന്ദിക്കര വരെ വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു. അരമണിക്കൂറോളം സമയമെടുത്താണ് പുതുക്കാട് നിന്നും ആമ്പല്ലൂർ അടിപ്പാത കടന്ന് വാഹനങ്ങൾ കടന്നു പോകുന്നത്. മഴ പെയ്ത് സർവീസ് റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടതാണ് വാഹനങ്ങളുടെ യാത്ര മന്ദഗതിയിലാകുന്നതിന്റെ പ്രധാന കാരണം. അരമണിക്കൂറോളം സമയമെടുത്താണ് പുതുക്കാട് നിന്നും ആമ്പല്ലൂർ അടിപ്പാത കടന്ന് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇതേ വാഹനങ്ങൾ ടോൾ പ്ലാസയിലും ഏറെ നേരം കുടുങ്ങിക്കിടന്ന അവസ്ഥയിലാണ്. 2 ദിവസത്തെ അവധി കഴിഞ്ഞുള്ള ദിവസമായതിനാൽ ദേശീയപാതയിലെത്തുന്ന വാഹനങ്ങളുടെ എണ്ണവും കൂടുതലായിരുന്നു. ഗതാഗത കുരുക്കായതോടെ ദേശീയപാതയിലുടനീളം വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെടുകയും യാത്ര മന്ദഗതിയിലാക്കുകയും ചെയ്തു. ഗതാഗത തടസ്സം കാരണം ആംബുലൻസുകൾക്കും യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ട് നേരിട്ടു. KSRTC ഉൾപ്പെടെയുള്ള ബസ്സുകളിലെ യാത്രക്കാരും വാഹനങ്ങളിൽ കുടുങ്ങി ദുരിതത്തിലായി. വിദ്യാർത്ഥികളും ജോലിക്ക് പോകുന്നവരും സമയത്ത് എത്താനാകാത്ത അവസ്ഥയിലായിരുന്നു. മഴയുള്ള ദിവസങ്ങളിൽ ഇവിടെ ഗതാഗത കുരുക്കുണ്ടാകുന്നത് പതിവായിരിക്കുകയാണ്. സർവീസ് റോഡിലെ കുഴികൾ അടിയന്തരമായി അടച്ച് ഗതാഗത കുരുക്ക് കുറയ്ക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.